നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് പുതിയൊരു ദശകം പഠിക്കാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 52ാമത്തെ ദശകം, വത്സാപഹരണവും ബ്രഹ്മഗർവശമനവും. ഈ ദശകത്തിൽ ബ്രഹ്മാവിൻ്റെ അഹങ്കാരം ഭഗവാൻ നശിപ്പിക്കുന്നതിനെ കുറിച്ചാണ് ഭട്ടതിരിപ്പാട് വർണ്ണിക്കുന്നത്. അവതാരങ്ങളിൽ എന്തുകൊണ്ടും ശ്രേഷ്ഠമായ ശ്രീകൃഷ്ണാവതാരത്തിൻ്റെ മഹിമ അറിയുന്നുണ്ടെങ്കിലും അത് നേരിട്ട് പരീക്ഷിക്കാൻ വേണ്ടി ബ്രഹ്മാവ് ഗോക്കളെയും ഗോപന്മാരെയും മറച്ചുവെച്ചു. ഊണ് കഴിച്ചുകൊണ്ടിരുന്ന ഗോപബാലന്മാർ ചുറ്റും നോക്കിയപ്പോൾ പശുക്കുട്ടികളെ കണ്ടില്ല. അവർ വളരെ വിഷമിച്ചു. അവയെ കൊണ്ടുവരുവാനെന്നവണ്ണം ബ്രഹ്മാവിൻ്റെ പരീക്ഷണത്തിന് ആക്കം കൂട്ടാൻ ഭഗവാനും അവിടെ നിന്നകന്നു. അപ്പോൾ ഗോപന്മാരെയും ബ്രഹ്മാവ് മറച്ചു കളഞ്ഞു. ഗോപന്മാരും ഗോക്കളും എല്ലാം മറഞ്ഞു കഴിഞ്ഞപ്പോൾ അവയുടെ എല്ലാം രൂപത്തിലായി ഭഗവാൻ. ഓടക്കുഴലും അതിലുൾപ്പെടുട്ടോ. ഭഗവാൻ വനത്തിൽ കുറച്ച് സമയം കൂടി കളിച്ച് വ്രജത്തിലേക്ക് മടങ്ങി. ഗോപബാലന്മാരും പശുക്കുട്ടികളും ഉറികളും കയറുകളും കൊമ്പും കുഴലുമെല്ലാം എന്നുവേണ്ട എല്ലാം ഭഗവാൻ തന്നെയായി. ഭഗവാൻ ഭഗവാനെ വഹിക്കുന്നവനായി. ആർക്കും ഒന്നും മനസ്സിലായില്ല. ഗോപമാതാക്കളും ഗോമാതാക്കളും ഭഗവാനായ ഗോപബാലന്മാരെയും പശുക്കുട്ടികളെയും ലാളിച്ച് സുഖമായി കഴിഞ്ഞുകൂടി. തങ്ങളിൽ നിന്ന് രൂപമെടുത്ത ആത്മാവിനെ തങ്ങളുടേതെന്നും തങ്ങളുടെ പുത്രനെന്നും ചിന്തിച്ച് ലാളിക്കുകയാണ് അമ്മമാർ ചെയ്യുന്നത്. ഇപ്രകാരം പല രൂപം ധരിച്ച് ഗോപസ്ത്രീകളാലും പശുക്കളാലും ലാളിക്കപ്പെട്ട ഭഗവാനെ ജ്യേഷ്ഠനായ ബലരാമൻ പോലും കുറച്ച് സമയം കഴിഞ്ഞേ മനസ്സിലാക്കിയുള്ളൂ. രണ്ടുപേരും ബ്രഹ്മസ്വരൂപികളാണെങ്കിലും അവർ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇപ്രകാരം 1 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും വൃന്ദാവനത്തിൽ പശുക്കുട്ടികളെയും പശുപന്മാരെയും ബ്രഹ്മാവ് കണ്ടിട്ട് താൻ അപഹരിച്ചവരെയും പുതിയ ഗോക്കളെയും ഗോപന്മാരെയും തിരിച്ചറിയാൻ അദ്ദേഹത്തിന് കഴിയാതെ പോയി. അപ്പോൾ കിരീടം, തോൾവള ഇവയണിഞ്ഞ് 4 കൈകളോടുകൂടി മേഘശ്യാമന്മാരായി അവരെ ഭഗവാൻ കാണിച്ചു കൊടുത്തു. അവരെല്ലാവരെയും മഹാലക്ഷ്മി പരിലാളിക്കുന്നു. അവർ ആദിശേഷ പര്യങ്കത്തിൽ കിടക്കുന്നു. അവർ സുന്ദരന്മാരും യോഗനിദ്ര അനുഭവിക്കുന്നവരുമായിരുന്നു. സനകാദികൾ അവരെ സേവിക്കുന്നു. അവരെല്ലാവരും വിഷ്ണുരൂപികളായി ശോഭിച്ചു. ഇപ്രകാരം അനേകം വിഷ്ണുരൂപന്മാരായും താൻ അവരുടെ സമീപത്ത് ഭക്തനും ഭക്തൻ്റെ നാനാത്വവും പിന്നീട് ബാലമുരളീകൃഷ്ണനായ ബാലഗോപാലനായും ബ്രഹ്മാവ് ഭഗവാനെ കണ്ടു. മായയിൽ പതിച്ച് അഹങ്കാരം പോയ ബ്രഹ്മാവ് ഭഗവാന്റെ മഹത്വം വാഴ്ത്തി പശുക്കളെയും പശുപന്മാരെയും വിട്ടയച്ചിട്ട് സ്വർഗത്തിലേക്ക് പോയി. ഭഗവാൻ പശുപന്മാരും പശുക്കളുമൊത്ത് സ്വഭവനങ്ങളിലേക്കും പോയി. പതിവ് പോലെ തൻ്റെ രോഗം മാറാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഭട്ടതിരിപ്പാട് ഈ ദശകം ഇവിടെ അവസാനിപ്പിക്കുന്നു. നമുക്ക് ഈ ദശകത്തിലെ 1ഉം 2ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമന്നാരായണീയം ദശകം 52 വത്സാപഹരണവും ബ്രഹ്മഗർവശമനവും. ശ്ലോകം 1. അന്യാവതാരനികരേഷ്വനിരീക്ഷിതം തേ ഭൂമാതിരേകമഭിവീക്ഷ്യ തദാഖമോക്ഷേ ബ്രഹ്മാ പരീക്ഷിതുമനാഃ സപരോക്ഷഭാവം നിന്യേഥ വത്സഗഗണാൻ പ്രവിദദ്യമായാം. നമുക്ക് ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാമെന്നും അതിലെ വാക്കുകൾ പിരിച്ചിട്ട് അതിൻ്റെ അർത്ഥവും നോക്കാം. അന്യാവതാര നികരേഷ്വനിരീക്ഷിതം തേ ഭൂമാതിരേകം അഭിവീക്ഷ്യ തദാഖ മോക്ഷേ ബ്രഹ്മാ പരീക്ഷിതുമനാഃ
സ പരോക്ഷഭാവം നിന്യേഥ വത്സക ഗണാൻ പ്രവിതത്യ മായാം. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. അന്യാവതാര നികരേഷു മറ്റവതാരങ്ങളുടെ കൂട്ടത്തിൽ തേ അങ്ങയുടെ ഭൂമാതിരേകം വിഭൂതി മഹത്വം അഭിവീക്ഷ്യ കണ്ടിട്ട് തഥാ അഖമോക്ഷേ അഖാസുരനു മോക്ഷം കിട്ടിയപ്പോൾ ബ്രഹ്മാവ് പരീക്ഷിതുമന പരീക്ഷിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് പരോക്ഷഭാവം കാണാതിരിക്കുന്ന അവസ്ഥ സ ആ നിന്നെ പ്രാപിപ്പിച്ചു. അഥ അതിനുശേഷം വത്സകഗണാൻ പശുക്കുട്ടികളുടെ സമൂഹം പ്രവിതത്യ പ്രയോഗിച്ചിട്ട് മായയെ അന്യാവതാര നികരേഷു അനിരീക്ഷിതം ചേർത്തു ചൊല്ലുമ്പോൾ അന്യാവതാര നികരേഷ്വനിരീക്ഷിതം അങ്ങനെ വരും. ക്ഷ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. തേ ഭൂമാതിരേകം അഭിവീക്ഷ്യ ചേർത്തിട്ട് ഭൂമാതിരേകം അഭിവീക്ഷ്യ ഭൂ എന്നുള്ള അക്ഷരം ഭീ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ക്ഷ്യ എന്നുള്ളതും ഊന്നി പറയാനുള്ളതാണ്. തഥ അഖമോക്ഷേ ചേർത്ത് ചൊല്ലുമ്പോൾ തഥാഖമോക്ഷേ ഖ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. അതേപോലെ മോക്ഷേ എന്നുള്ളതിലത്തെ ക്ഷ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ബ്രഹ്മ എന്നുള്ളതിൻ്റെ ഉച്ചാരണം ശ്രദ്ധിച്ചോളൂ. ഹ മ എന്ന് ആണ് എഴുതിയിട്ടുണ്ടാവുക വെച്ചാലും മ ഹ എന്ന് വരണം. രണ്ടും ചേർത്ത് ചൊല്ലണം. ബ്രഹ്മ അങ്ങനെ. പരീക്ഷിതു മനാ നമ്മുടെ വിസർഗട്ട് ചൊല്ലുകയാണെങ്കിൽ ഒരു സാന്ന് മതി. ചേർത്ത് ചൊല്ലുമ്പോൾ രണ്ട് സാന്ന് വേണം. ക്ഷി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. സാന്ന് ചേർത്ത് ചൊല്ലുമ്പോൾ ഡബിളായിട്ട് ചൊല്ലുമ്പോൾ മെല്ലേന്ന് ഊന്നണം. പരോക്ഷഭാവം പരോക്ഷ ക്ഷ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഭ എന്നുള്ളതും ഊന്നി പറയാനുള്ളതാണ്. നിന്യേ അഥ അത് ചേർത്തിട്ടാണ് നിന്യേഥ നിന്യേന്ന് നീട്ടിയിട്ട് ഥ എന്ന് പറഞ്ഞാൽ മതി. ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. വത്സക ഗണാൻ വത്സക സ എന്നുള്ളത് താസാന്ന് ചേർത്ത് ചൊല്ലണം. വത്സക ഗണാൻ പ്രവിതത്യ മായാം നീട്ടിയിട്ട് മുറുക്കം അങ്ങനെ നിർത്താം. അന്യാവതാര നികരേഷ്വനിരീക്ഷിതം തേ ഭൂമാതിരേകമഭിവീക്ഷ്യ തഥാഖമോക്ഷേ ബ്രഹ്മാ പരീക്ഷിതുമനാഃ സ പരോക്ഷഭാവം നിന്യേഥ വത്സകഗണാൻ പ്രവിതത്യ മായാം. അടുത്തത് രണ്ടാമത്തെ ശ്ലോകം. വത്സാനവീക്ഷ്യ വിവശേ പശുപോത്കരേ താനാനേതു കാമ ഇവ ധാതൃമതാനുവർത്തി ത്വം സാമി ഭുക്തകബളോ ഗതവാംസ്തദാനീം ഭുക്താം സ്ഥിരോധിത സരോജഭവ കുമാരാൻ. ഈ ശ്ലോകം എങ്ങനെ വായിക്കാമെന്നും അതിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥവും നോക്കാം. വത്സാൻ അവീക്ഷ്യ വിവശേ പശുപോത്കരേ താൻ ആനേതു കാമ ഇവ ധാതൃ മതാനുവർത്തി ത്വം സാമി ഭുക്ത കബളോ ഗതവാൻ തദാനീം ഭുക്താൻ തിരോധിത സരോജഭവ കുമാരാൻ. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. വത്സാൻ പശുക്കുട്ടികളെ അവീക്ഷ്യ കാണാഞ്ഞിട്ട് വിവശേ വിവശരായിത്തീർന്നപ്പോൾ പശുപോത്കരേ ഗോപന്മാരുടെ സമൂഹം ത്വം അങ്ങ് ആനേതു കാമ ഇവ അവയെ ആനയിക്കാൻ ആഗ്രഹമായിട്ടുള്ളവനായിട്ടെന്ന പോലെ ധാതൃമതാനുവർത്തി ബ്രഹ്മാവിൻ്റെ താൽപ്പര്യം അനുസരിക്കുന്നതിന് സാമി ഭുക്ത കബള പകുതി കഴിച്ച ഉരുളയോടുകൂടി ഗതവാൻ പുറപ്പെട്ടുപോയി തദാനീം അപ്പോൾ ഭുക്താൻ കുമാരാൻ ഭക്ഷിച്ചു കൊണ്ടിരുന്ന കുമാരന്മാരെ തിരോധിത മറച്ചു കളഞ്ഞു സരോജഭവ ബ്രഹ്മാവ്. നമുക്കിതിലെ അക്ഷരങ്ങൾ നോക്കാം. വത്സാനവീക്ഷ്യ സ എന്നുള്ളത് താസ എന്ന് ചേർത്താണ്. വീക്ഷ്യ എന്നുള്ളതിൻ്റെ ക്ഷ്യ എന്ന് നന്നായിട്ട് ഊന്നി പറയണം. വിവശേ പശുപോത്കരേ താൻ ആനേതു കാമ ചേർത്തു ചൊല്ലുമ്പോൾ താനാനേതു കാമ ഇവ
ധാതൃ ധ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ത്വം സാമി ഭുക്ത ഭു എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ത എന്നുള്ളത് കാ ത എന്നാണ്. കബളോ ബ ബാലൻ എന്നൊക്കെ ഉള്ളതിൻ്റെ ബ എന്നാണ്. ഗതവാം സ്തദാനീം നീട്ടിയിട്ട് മുർക്കം. ഭുക്താം ഇവിടെ അതേപോലെ ഭൂന്ന് നന്നായിട്ട് ഊന്നി പറയണം. താം എന്നുള്ളത് കാ ത എന്നാണ്, ഒട്ടും ഊന്നണ്ട. സ്ഥിരോധിത ധി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. സരോജഭവ ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം, അവിടെ വിസർഗമുണ്ട്. സരോജഭവ കുമാരാൻ അങ്ങനെ നിർത്താം. വത്സാന വീക്ഷ്യ വിവശേ പശുപോത്കരേ താനാനേതു കാമ ഇവ ധാതൃമതാനുവർത്തി ത്വം സാമി ഭുക്ത കപളോ ഗതവാംസ്തദാനീം ഭുക്താം സ്ഥിരോധിത സരോജഭവ കുമാരാൻ. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.